ഡോക്ടർ കെ ജയപ്രസാദ്, ഇന്നിപ്പോൾ BJP കേന്ദ്ര തുറമുഖ മന്ത്രി വരാതിരിക്കുന്നത് അദ്ദേഹത്തിന് ചില തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മേയറുടെ പ്രതികരണം അങ്ങ് കണ്ടിരിക്കും, ഓണാഘോഷം ഉള്ളതുകൊണ്ടാണ് എന്ന്. പക്ഷേ സംസ്ഥാനത്തെ BJP പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, വന്ദേമാതരം മുഴുവനായി ചൊല്ലാത്ത, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മുഴുവനായി ചൊല്ലിയല്ലോ, അപ്പോൾ മുഴുവനായി ചൊല്ലാത്ത കേരളത്തിലേക്ക്, അല്ലെങ്കിൽ വന്ദേമാതരം ചൊല്ലുക പോലും ചെയ്യാത്ത കേരളത്തിലേക്ക് ഇനി BJP കേന്ദ്ര നേതൃത്വം ഈ നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളതാണ്. ഇത് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമാണോ അതോ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ്? അല്ല, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വരാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള റീസൺസ് കൊണ്ട് വരാതിരുന്നതാണ്. ഒരിക്കലും അതൊരു രാഷ്ട്രീയമായ ഒരു തീരുമാനമല്ല. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12 വർഷത്തെ ചരിത്രത്തിൽ തന്നെ വികസന വിഷയങ്ങളിൽ ഒരിക്കലും രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്ന സമീപനമില്ല. അപ്പോൾ അതിനെ ആ തരത്തിൽ കാണുന്നത് ശരിയല്ല. കാരണം കേരളത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളിലും ബന്ധപ്പെട്ട മന്ത്രി വളരെ, അത് ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെ ആ തരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കേന്ദ്രമന്ത്രി വരാതിരുന്നത് രാഷ്ട്രീയമായി കാണേണ്ടത് ആവശ്യമില്ല. വ്യക്തിപരമായ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള റീസൺസ് വെച്ച് കണ്ടാൽ മതി. കേരളത്തിലെ ഇടതുപക്ഷവും BJPയും പ്രതിപക്ഷ നിരയിലെ 2 വിഭാഗവും പങ്കെടുക്കാതിരുന്നത് അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും കൂടെ ഉത്തരവാദിത്തമുണ്ട്. അതെന്താണ്, അത് പൊളിറ്റിക്കൽ റീസൺസ് ആണോ മറ്റ് റീസൺസ് ആണോ എന്ന് ഔദ്യോഗികമായി എനിക്ക് പറയാനുള്ള അവകാശമില്ല. പക്ഷേ ഞാനത് വികസന വിഷയങ്ങൾ അത് എത്രമാത്രം ശരിയാകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ വിഴിഞ്ഞം പ്രോജക്റ്റ് നമ്മൾ 2015 തുടക്കം കുറിച്ചതാണ്. ഞാൻ ഈ തിരുവനന്തപുരത്തുകാരൻ, ഞങ്ങളൊക്കെ ജനിച്ച കാലം മുതലേ കേൾക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് കഴിഞ്ഞ 10 വർഷം, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ഗുരുതരമായ വീഴ്ച കേരളത്തിലെ സർക്കാരുകൾ കാണിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമായിരിക്കും നമുക്ക് ആദ്യം പറയാൻ കഴിയുക. ഇനി വരുന്ന ആളുകളിൽ എന്താണ് എന്നുള്ളത് നിലവിലുള്ള മുഖ്യമന്ത്രിയും ഭരണകൂടവും കോൺഗ്രസ് പാർട്ടിയുമായിരിക്കും പറയേണ്ടി വരിക. കാരണം ഞാനിതിനോട് തമിഴ്നാടുമായി താരതമ്യം ചെയ്ത് നമ്മളിത് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം തമിഴ്നാട് എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ, അതായത് വിഴിഞ്ഞം പദ്ധതി നിലവിൽ വരുന്ന 2024 നിലവിൽ വരുന്നത് കണ്ടുകൊണ്ട് 2024 തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ, അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന സ്റ്റാലിൻ്റെ ഗവൺമെൻറ് തന്നെ ഒരുപാട് ഇനിഷ്യേറ്റീവ് തമിഴ്നാട്ടിൽ, വിശേഷിച്ചും അവിടെ സദേൺ 3 ജില്ലകൾ, കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, ഈ 3 ജില്ലകളെ ബേസ് ചെയ്തിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ തുടക്കം കുറിച്ച് കഴിഞ്ഞു. കാരണം നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ പ്രദേശമാണ്. 30 കിലോമീറ്റർ പോലും ഇല്ല, അത്രയും വളരെ ക്ലോസ് ആയിട്ടാണ് തമിഴ്നാട് നിൽക്കുന്നത്. അത് തിരുനെൽവേലി ജില്ലയിൽ അവർ നടത്തിയ ഒരുപാട് വികസന പ്രവർത്തനമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് 540 ഏക്കറാണ് കിൻഫ്ര ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പം അതിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ പെട്ടെന്ന് കുളത്തൂർ, നെയ്യാറ്റിൻകര, ബാലരാമപുരം, കാട്ടാക്കട, അങ്ങനെ ഈ ബെൽറ്റിലൊക്കെ തന്നെ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നാളിതുവരെ യാതൊരു ശ്രമവും നടന്നിട്ടില്ല, അതായത് അക്വിസിഷൻ നടന്നിട്ടില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണഭോക്താവായി ഈ പ്രദേശം മാറണമെങ്കിൽ, കേരളം മാറണമെങ്കിൽ അതിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റോഡ് വികസനം ഉണ്ടാകട്ടെ. ഇപ്പം നാഷണൽ ഹൈവേയുടെ ഏതാണ്ട് ഒരു 6-8 മാസം കഴിയുമ്പോഴത്തേക്കും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിന് സമാന്തരമായിട്ടുള്ള ഔട്ടർ റിംഗ് റോഡ്, അത് വളരെ വിപുലമായ പദ്ധതികളാണ് ഔട്ടർ റിംഗ് റോഡിലുള്ളത്. അതിൽ തന്നെ എത്ര ടൗൺഷിപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വിതുര, കോവളം, കാട്ടാക്കട, വെമ്പായം, മംഗലപുരം, കല്ലമ്പലം തുടങ്ങിയിട്ട് നെടുമങ്ങാട് വരെയുള്ള നിരവധി ടൗൺഷിപ്പുകളും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്ന വികസനം ഈ നാടിന് ലഭ്യമാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇത് നിർഭാഗ്യവശാൽ തുറമുഖം 2024 ഡിസംബർ മുതൽ പ്രവർത്തനക്ഷമമായി. ഏതാണ്ട് 1100-ലധികം ഏറ്റവും വലിയ ഷിപ്പ് ഉൾപ്പെടെ നമ്മുടെ ഈ വിഴിഞ്ഞം സന്ദർശിക്കേണ്ട ഈ കാലഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതായത് ഫലത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ഗുണഭോക്താവാൻ കേരളത്തിലെ ജനതയ്ക്കോ കഴിയില്ല. പക്ഷേ തമിഴ്നാട് അതിൻ്റെ നേട്ടങ്ങൾ കൊണ്ടുപോകും. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ വിഴിഞ്ഞത്തിന് ഏതാണ്ട് 80-100 കിലോമീറ്റർ മാറിയിട്ടാണ് തിരുനെൽവേലി ജില്ലയിലെ നാങ്കുനേരി ഇൻഡസ്ട്രിയൽ പാർക്ക്, അതായത് തമിഴ്നാട് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കോർപ്പറേഷൻ, സിപ്കോട്ട് എന്നുള്ള അവരുടെ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു പാർക്കാണ്. 2260 ഏക്കറാണ് ആ പാർക്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു. അതോടെ തന്നെ ഗംഗൈക്കൊണ്ടനും മൂലൈക്കരപ്പെട്ടി എന്നുള്ള സ്ഥലത്തും, അവിടെ 2 സ്ഥലത്തും 1000 ഏക്കറിലധികം ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ വിവിധ കമ്പനികൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ഗവൺമെൻറ് വളരെ ലിബറലായിട്ടാണ്
അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇപ്പം ലോജിസ്റ്റിക്കൽ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പം കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷൻ തന്നെ അദ്ദേഹം വളരെ വിപുലമായ പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ട് ലോജിസ്റ്റിക്കൽ പാർക്ക്, സ്വതന്ത്ര വ്യാപാര മേഖല, വെയർ ഹൗസിംഗ് തുടങ്ങിയിട്ടുള്ള പ്രത്യേക വ്യാപാര മേഖല, അതുപോലെ കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾ, പ്രാദേശിക സംരംഭങ്ങൾ, ടൂറിസം, ഇതൊന്നും തന്നെ ഫലത്തിൽ ഇതെല്ലാം പേപ്പറിലാണുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ അനാസ്ഥ. അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷ സർക്കാർ ആണ് തുടക്കം കുറിച്ചത്. അവരതിന് ആൻസർ പറയണം. ഞാൻ രാഷ്ട്രീയത്തെക്കാളുപരി നമ്മുടെ സ്റ്റേറ്റിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ടുവന്ന് ഇപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള വിവാദങ്ങൾ നമ്മുടെ വികസനത്തിന് തുരങ്കം വയ്ക്കും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ പോലും അതിൻ്റെ വികസന വിഷയത്തിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ച ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. Debate with Smriti Parathikar.